പരിപാടിയിൽ അത്ര ഗൗരവമുള്ള ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. സംഘടനയെ കുറിച്ച് നേരത്തെ തന്നെ അറിയാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കാറുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം ചർച്ച വേണ്ട, വളരെയധികം ഇടപെടലുകൾ വേണ്ട ഒരു മേഖലയാണ് ഈ മേഖല എന്നുള്ളത് ഞാൻ വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. സംഘടന മനസ്സിലാക്കുന്ന 3 വർഷം പിന്നിടുകയാണ് സംഘടന രൂപീകരിച്ചിട്ട്. നമ്മളൊക്കെ തന്നെ ചെറിയ പ്രായത്തിൽ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ സീരിയൽ കാണുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ഒരു സിനിമയാണെങ്കിൽ ഒരു 10-20 മുഖങ്ങൾ മാത്രമാണ് എല്ലാ കാലത്തും വരുന്നത്. സീരിയലാണെങ്കിലും അങ്ങനെ വരുന്നത്. ആദ്യകാലങ്ങളിൽ കുറച്ച് സീരിയലൊക്കെ കാണുമ്പോൾ വളരെ മുഖം. എന്നാൽ പിന്നീട് അങ്ങോട്ട് പൊതുപ്രവർത്തനത്തിലൊക്കെ സജീവമാവുകയും സിനിമയെ കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് വിഭാഗം ജനങ്ങൾ ഒരേ മനസ്സോടുകൂടി സംവിധായകനും നായകനും ഒക്കെ നിർമ്മാതാവിനും ഒക്കെ അപ്പുറം ആത്മാർത്ഥതയോടുകൂടി വലിയൊരു വിഭാഗം ജനങ്ങൾ കഠിനാധ്വാനം രാത്രിയെ പകലാക്കി പലപ്പോഴും നായകനും സംവിധായകനും നിർമ്മാതാവും ഒക്കെ ചെറുതായിട്ട് ഉറങ്ങാൻ പോകുമ്പോഴും ഉണർന്നിരിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുടെ കഠിനാധ്വാനവും ഒരു തപസ്സും കൊണ്ടാണ് നമ്മൾ 3-2 മണിക്കൂർ ആസ്വദിക്കുന്ന ചലച്ചിത്രം പുറത്തിറങ്ങുന്നത് എന്നുള്ളത് പിന്നീടൊക്കെയാണ് മനസ്സിലാക്കുന്നത്. സീരിയൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടുതൽ കഠിനാധ്വാനം നിലനിൽക്കുന്ന മേഖലയാണ്. കാരണം കമ്പാരിറ്റീവ് സിനിമയുമായിട്ട് ഇതിൻ്റെ ഒരു വിലയിരുത്തലാണ്, ഒരു നിരീക്ഷണമാണ്. സിനിമയുമായി താരതമ്യം ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ശമ്പളം സാലറി അത്രത്തോളം ഉണ്ടാകാൻ സാധിക്കുകയില്ല. അത്രത്തോളം സെക്യൂരിറ്റി ആസ്പെക്റ്റിലും അത്രത്തോളം വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരുപാട് എന്നാൽ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലും ഗവൺമെന്റിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും കൃത്യമായിട്ടുള്ള നിരീക്ഷണവും തന്നെ ഈ മേഖലയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഞാൻ പറയാൻ കാരണം അപ്രതീക്ഷിതമായി കോവിഡ് വന്നപ്പോഴേക്കും ഞാൻ എൻ്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ആ സമയത്ത് പല കാര്യങ്ങളും കാരണം ആർക്കും അറിയില്ല. നമ്മുടെ ലോകത്തിന് തന്നെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയത് കൊണ്ട് തന്നെ ആർക്കും അറിയില്ല. കിട്ടിയ വിവരങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചില നിർദ്ദേശങ്ങൾ നമുക്ക് തന്നു. നമ്മളൊക്കെ തന്നെ ഓരോ ദിവസവും രാവിലെ ഡെവലപ്പാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ജീവിക്കുകയായിരുന്നു. നിരവധി ആൾക്കാർ അന്ന് കോവിഡ് ആണെങ്കിലും സാനിറ്റൈസ് ചെയ്തതിന് ശേഷം രാവിലെ പാർട്ടി വിളിച്ച് വന്നിരുന്ന കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് നാടക കലാകാരന്മാരാണ്. അതായത് ഒരു പ്രായം മുഴുവനും നാടകത്തിന് വേണ്ടി ജീവിതമാർഗമായിട്ടും അതോടൊപ്പം തന്നെ അതിലപ്പുറം ഒരു പാഷനായിട്ട് മാറ്റി വെച്ച് രാത്രിയെ പകലാക്കി നമ്മളൊക്കെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അരങ്ങുകളിൽ നാടകം കളിച്ചതിന് ശേഷം അവരൊക്കെ തന്നെ ഏജിൽ തട്ടുകുട്ടികൾ ജീവിച്ചു പോവുകയാണ്. കോവിഡ് വന്നപ്പോഴേക്കും ഭീകരാവസ്ഥ, ആരും തന്നെ സംരക്ഷിക്കാനില്ലാത്ത തരത്തിൽ നിരവധി നാടക കലാകാരന്മാരും അതോടൊപ്പം തന്നെ നൃത്ത കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നവരൊക്കെ ഓഫീസിൽ വന്നപ്പോഴാണ് ഈ മേഖലയെക്കുറിച്ച് ആദ്യമായി ആഴത്തിൽ പഠിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്. ചെറിയ ചെറിയ സഹായപാത്രങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചുവെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള പൊതുപ്രവർത്തന രംഗത്ത് ഇതൊരു സജീവ മേഖലയാക്കിയിട്ട് ഞാനതിനെ കൊണ്ടു നടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മേയറാഴ്ച ഇന്നലെയും മിനിയാന്നൊക്കെ നൃത്ത നാടക സംഘടനയുടെ പരിപാടിയിൽ മിനിയാന്ന് പ്രിയദർശിനി ഹോട്ടലിൽ പങ്കെടുത്തിരുന്നു. നാടക കലാകാരന്മാർ കഴിഞ്ഞ ദിവസം വന്ന് കണ്ടു. അവർക്കൊക്കെ തന്നെ ഞാൻ കാര്യം അവർ ആവശ്യപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് തിരുവനന്തപുരം അവർ ആവശ്യപ്പെട്ട ഒന്ന് അവർക്ക് നാടക പരിശീലനം നടത്താൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഹാളുകൾ കുറഞ്ഞ വാടക കൊടുക്കുന്നതാണ്. ഞാൻ മറുപടി പ്രശ്നത്തിൽ ചർച്ചയും നടത്താതെ പറഞ്ഞു, തിരുവനന്തപുരം കോർപ്പറേഷന്റെ അത്തരത്തിൽ ആവശ്യമുള്ള ഏതെങ്കിലും ഹാൾ ഉണ്ടെങ്കിൽ കുറഞ്ഞ വാടകയ്ക്കല്ല, നിങ്ങൾ നിശ്ചയിക്കുന്ന വാടകയ്ക്ക് ആ ഹാൾ കൊടുത്തു തരാൻ വേണ്ടി മേയർ പറഞ്ഞ് വ്യക്തിപരമായി ഞാൻ നിങ്ങൾക്ക് പരിശീലനത്തിന് വേണ്ടി വാടക ഇല്ല എന്ന് പറഞ്ഞാൽ പോലും കൗൺസിലിൽ വെച്ച് സഹപ്രവർത്തകരോട് ചർച്ച ചെയ്തതിനു ശേഷം ഞങ്ങളത് തീരുമാനം എടുക്കാൻ പറ്റും. കാരണം അതിനെ സംരക്ഷിക്കേണ്ടത് ഒരു ബാലൻസ്ഡ് സിസ്റ്റം മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാ പേരും ഒരു ജീവിതകാലം ഇപ്പൊ നാടകം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 200 സ്റ്റേജുകളിൽ കളിച്ചാലേ നാടകം പോകാനാവുള്ളൂ. അപ്പൊ 200 രാത്രികളിൽ അവർ ഉറങ്ങാതിരിക്കണം. എന്നോട് മുമ്പ് നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നായിക ആയിട്ടൊക്കെ അഭിനയിച്ചതിൽ പരിചയമുള്ള ഒരു ലേഡി പറഞ്ഞത് അച്ഛൻ മരിച്ചിടൊക്കെ പക്ഷേ പോകാതിരിക്കാൻ സാധിക്കും 2 കളിയുണ്ട്. അപ്പോൾ അച്ഛൻ
അച്ഛൻ മരിച്ചിരുന്ന വീട്ടിൽ അച്ഛൻ്റെ ചടങ്ങുകൾ നടക്കുമ്പോഴേക്കും ഇവർ വളരെ സന്തോഷത്തോടുകൂടി സ്റ്റേജിൽ രംഗം അവതരിപ്പിക്കേണ്ട ഒരു ജോലിയാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫീൽ എനിക്ക് മനസ്സിലായത്. അച്ഛൻ മരിച്ചിടക്കുന്ന വെച്ചിട്ട് പാട്ട് പിന്നിൽ കേൾപ്പിക്കുമ്പോഴേക്കും ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ, അവർക്ക് ആ സീൻ അപ്പൊ ഈ രീതിയിൽ ജീവിച്ചു തീർത്ത ഒരു ജീവിതത്തെ സംരക്ഷിക്കേണ്ടത് ഒരു ഒഫീഷ്യൽ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യത്തോടെയാണ് തീരുമാനിക്കുന്നത്. ഞാൻ കൂടുതൽ വലിയ പ്രശ്നത്തിലേക്ക് ആയിരുന്നില്ല, മറിച്ച് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും പേര് ഒരുമിച്ച് കാണുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെന്നുള്ള കാര്യം ഞാൻ അടിവരയിട്ട് പറയുകയാണ്. നിങ്ങളൊക്കെ തന്നെ വീടുകളിൽ നിരന്തരം ആൾക്കാരെ അറിയിച്ചിട്ടും അറിയിക്കാതെയും ക്ഷണിച്ചിട്ടും ക്ഷണിക്കാതെയും ഒക്കെ തന്നെ വീടുകളിലേക്ക് കടന്നിരുന്നവരാണ് ഞങ്ങൾ. ചിലർക്ക് ഞങ്ങൾ ചെല്ലുന്നത് സന്തോഷമായിട്ട് മാറും, ചില സമയത്ത് ചെല്ലുന്നത് ഈ രാഷ്ട്രീയക്കാരെ വന്നു എന്നുള്ള അറിയാമല്ലോ. ഇപ്പൊ പേരൊക്കെ ആയിരുന്നതൊക്കെ 3 മാസം മുമ്പാണ്. അതിന് നമുക്ക് ഒരുപാട് ഒരു ചുമതലയില്ലാതൊക്കെ പ്രവർത്തിച്ച അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ചില സമയത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചില സമയത്ത് രാഷ്ട്രീയക്കാർ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാരെ കുറിച്ച് നടന്നു തന്നെയാണ്. അപ്പോ എന്നാൽ ഒരാവശ്യം എന്ന് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് രാഷ്ട്രീയക്കാരില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോഴേക്കും ആൾക്കാരെ ഒന്ന് സമീപിക്കാനായിട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും കോളേജിൽ പോകാനോ നോക്കോ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തലേദിവസം ബുദ്ധിമുട്ട് പറഞ്ഞാൽ ആളുകൾ പിറ്റേ ദിവസം രാവിലെ വരും. വീട്ടിലൊരു പട്ടി കൊട്ടിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരുന്നത് പിടിക്കാൻ പറ്റും. അങ്ങനെയല്ല. അപ്പോ അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴും ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുള്ളത് 7 മണിക്ക് 9 മണിക്ക് ഇടയ്ക്ക് പരമാവധി വിസിറ്റുകൾ ഒഴിവാക്കാറ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട്. കാരണം അവർ എൻജോയ് ചെയ്യുന്ന സമയമാണ്. നമ്മളപ്പം ചെന്നാൽ തന്നെ ആ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ അതുപോലെ സൗണ്ട് കുറച്ച് വെച്ചാൽ അവരുടെ മുഖത്ത് നമ്മുടെ മുഖത്താണ് നോക്കണമെങ്കിൽ മനസ്സ് മുഴുവനും അടുത്ത കഥാപാത്രം എങ്ങോട്ട്, ഒരുപക്ഷെ അവർക്ക് അറിയാം അടുത്ത കഥാപാത്രം ഇവിടം വരെ എത്തുള്ളൂ എന്ന് അറിയാമെങ്കിൽ പോലും അത് കാണുവാനുള്ള ഒരു ആവേശം മുഖങ്ങളുണ്ട്. അത് ഇത്രമാത്രം നിങ്ങൾ സമൂഹത്തെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഏതും ഒരു സന്ദേശമാണ്. ഞാനൊക്കെ ചില സിനിമകൾ, ഇപ്പൊ മമ്മൂട്ടിയുടെ മൃഗായ എന്നുള്ള സിനിമ റിലീസായ ആ സമയത്ത് ഞാൻ SLCക്ക് പഠിക്കുകയായിരുന്നാണെന്ന് തോന്നുന്നത്. SLCക്ക് ആയിരുന്നു. ഞാൻ 6 തവണയാണ് ആ സിനിമ. 6 തവണയാണ് തിരുവനന്തപുരത്ത്. അന്ന് വന്നിട്ടില്ല, ഒരു മത്സരത്തിന്റെ ഭാഗമായി ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഒരു ദിവസം 2 ഷോ ഒക്കെ കണ്ടിട്ടുണ്ട്. എന്തോ ആ സിനിമയിലുള്ള ചില സന്ദേശങ്ങൾ, അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ പുലിയെ വിരിയിക്കാനുള്ള നമ്മുടെ പെരുമാറ്റമൊക്കെ അന്ന് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അതുപോലെ കാശ്മീരിൽ ഒരു കവിതാവിന്റെ ഒരു നാടകം നമശിവാരുടെ കവിത, ആ നാടകം 7-8 തവണ അതിന്റെ അവതരിപ്പിക്കുന്ന സമയത്തുള്ള പാട്ട് അന്ന് കാശ്മീർ തീവ്രവാദ ശക്തിപ്പെടുത്തുന്ന സമയമായിരുന്നു. അത് ഒരു മനുഷ്യന്റെ മനസ്സിനെ കലാരൂപം എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ റോഡിൽ നിന്ന് ഞങ്ങൾ 2.5 മണിക്കൂർ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ച ചിലപ്പോൾ അവസാനം വയസ്സിൽ മാത്രമേ കേൾക്കാനുള്ളൂ. എന്നാൽ അതേ രാഷ്ട്രീയ നേതാവ് 10 മിനിറ്റുള്ള ഒരു ഓട്ടം എന്നുള്ളതായിട്ട് എതിർകാലത്ത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയും കമ്പനി ചെയ്യാതെ വലിയൊരു ജനക്കൂട്ടം അവിടെ മുഴുവനുണ്ട്. അപ്പൊ ഒരു കലാരൂപം എന്തുമാത്രം ജനമനസ്സുകളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞ ആൾക്കാരാണ്. സീരിയലുകളിൽ ജനമനസ്സുകൾ, പ്രത്യേകിച്ച് അമ്മമാരുടെ മനസ്സുകളൊക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് സ്വാധീനിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൂടി സീരിയലുകളിലൂടെ പുറത്തു വരണം എന്നാണ് ഞങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാടിനെ ഗ്രസിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ നമ്മുടെ വീടുകളിൽ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് 96-97 ശേഷമെന്നാണ് ഓർക്കുന്നത്. അത്രയും പ്രായത്തിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങിയിട്ട് പോലും ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് നോക്കണമെങ്കിൽ നമ്മുടെ തലയ്ക്ക് ഒരു പെരുപ്പ് വരും. അപ്പോൾ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾ ഇപ്പം തന്നെ നോക്കി തുടങ്ങിയാൽ ഈ ഇളം പ്രായത്തിൽ കുഞ്ഞു തലച്ചോറുകൾ ഇപ്പോൾ തന്നെ ആ റേസ് വന്നു കഴിഞ്ഞാൽ അവരൊരു 15 വയസ്സ് കഴിയുമ്പോഴേക്കും അവരുടെ ഔട്ട്പുട്ടൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സന്ദേശങ്ങൾ കൂടി ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ മുന്നേറ്റം. എനിക്ക് ഇവിടെ സംസാരിക്കുമ്പോഴേക്കും നിങ്ങളുടെ വെൽഫെയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾ തന്നെ സംഘടന രൂപീകരിച്ചതിന് ശേഷം ആവിഷ്കരിച്ച ചില പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഒരു കളക്റ്റീവ് ഡിസ്കഷൻ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പങ്കാളിയാകുവാൻ ഞങ്ങളോടൊക്കെ തന്നെ തയ്യാറാണ്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ കേന്ദ്രമന്ത്രിയുടെ ഉണ്ട്. ഞാൻ രാവിലെ 6:30 മണി മുതൽ 7:00 വരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സൈക്കിളിൽ അതിൽ പങ്കാളിയാക്കാൻ വന്നത്. പിന്നെ 4 മണിയാകുമ്പോൾ വീണ്ടും നമ്മൾ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പരിപാടി കാണുന്നുണ്ട്. അങ്ങനെ തൊഴിൽ മന്ത്രിയായിട്ട് ഉൾപ്പെടെ നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇന്നല്ല ഇന്ത്യയുടെ ഹിന്ദിയെ ഇതിന്റെ പരിപാടിയിൽ പങ്കെടുത്തു സൂചിപ്പിക്കാം. സംസ്ഥാനത്തിൽ 12 വീണ്ടും കാണുന്നുണ്ട്, 4 മണിക്ക് കാണുന്നുണ്ട്, സൂചിപ്പിക്കാം. അതിനുശേഷം ഒരു സംഘടിതമായിട്ടുള്ള
അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു മുന്നേറ്റം ഇവിടെ നടക്കുകയാണെന്നും അവരെ ഗവൺമെന്റ് കൂടി പ്രൊട്ടക്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഉത്തരവാദിത്തമായിട്ട് എടുക്കണമെന്നൊക്കെ സംസാരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഭാഗത്ത് ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിലൊക്കെ ആവശ്യമുള്ള നമുക്ക് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെ സമീപിക്കാം. അതിനൊക്കെ തന്നെ നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ, സുഹൃത്ത്, നിങ്ങളൊക്കെ തന്നെ ആരാധിക്കുന്ന, തൊഴിലിനെ ആരാധിക്കുന്ന ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ പ്രതിനിധിക്ക് എല്ലാത്ത പിന്തുണയും അർപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ടിവിയുടെ 3ാം വാർഷികാഘോഷ തൊഴിലാളി സംഗമവും ബഹുമാനപ്പെട്ട മേയർ ശ്രീ വി രാജേഷ് അവർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾക്ക് ഏറെ നന്ദി. അടുത്തതായി മുഖ്യ പ്രഭാഷണമാണ് ഫെഡ്ഫിയുടെ ജനറൽ സെക്രട്ടറി, ഒപ്പം ഇന്ത്യയിലെ സകല തൊഴിലാളി സംഘടനകളുടെ ഫെഡറേഷനായ ഐഫർ, ഓൾ ഇന്ത്യ ഫിലിം എംപ്ലോയീസ് ഫെഡറേഷന്റെ കൂടി ജനറൽ സെക്രട്ടറിയായ ശ്രീ പി ഉണ്ണികൃഷ്ണൻ സാറിന്റെ വാക്കുകൾ. നമ്മുടെ ആരാധന കേന്ദ്ര പൂവാണ്. ഒരു കാര്യം കൂടി ഒറ്റ കാര്യം നിങ്ങളെല്ലാവരുടെയും നന്ദിയും സ്നേഹം അറിയുന്നു. ഒപ്പം ഈ കോർപ്പറേഷന്റെ റോഡ് വിട്ടു കൊടുക്കുന്നവര്, കോർപ്പറേഷന്റെ അധീനതയിലുള്ള സ്ഥലങ്ങളും റോഡ് നിങ്ങൾ എന്തൊക്കെ പെർമിഷൻ തന്നു അതൊക്കെ സീരിയലിൽ ഒരു സൗജന്യ വ്യവസ്ഥയെ തന്ന ഒരു ഉപകാരമാണ്. സൗജന്യമായ പരിഗണിക്കുന്നുള്ളതിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.